ഹായ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറേയധികം ഡേറ്റ നമ്മൾ ടൈപ്പ് ചെയ്തു, ഫോർമാറ്റ് ചെയ്തു, ടോട്ടലൈസ് ചെയ്തു, കാൽക്കുലേഷൻസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത നമുക്ക് ഇതിനകത്ത് നമ്മളെ വർക്ക്ഷീറ്റിനകത്ത് റോയോ കോളോ കൂടുതൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അൺവാണ്ടഡ് റോസോ കോളംസോ ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെ ഡിസ്പ്ലേ ചെയ്യണ്ട എന്നുള്ളതോ ഒക്കെ ആയിട്ട് നമുക്കുള്ള ഡെഡ് സെൽസോ അല്ലെങ്കിൽ കോളംസോ റോയോ ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അത് ഷീറ്റായാലും പാർട്ട് ഓഫ് എക്സൽ ഷീറ്റ് ആയാലും നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ചില ഫോർമുല വാല്യൂസുകളൊക്കെ ഉണ്ടാവും, ചില കാൽക്കുലേഷൻസുകളൊക്കെ ആരും എഡിറ്റ് ചെയ്യേണ്ട, അതിനകത്ത് കിടക്കണ്ട എന്നുള്ളെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഏരിയ തിരിച്ചുള്ള സെൽ പാർട്ടുകളും സെൽ ടു സെല്ല് സെലക്ട് ചെയ്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റോയോ കോളോ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, പാർട്ട് ഓഫ് ദ ഷീറ്റ്. ദെൻ ഡിലീറ്റ് ചെയ്യാനുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഏരിയ ഉണ്ടാവും. അത് ഷീറ്റായിട്ടോ പാർട്ടായിട്ടോ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പം സെൽസോ ഷീറ്റോ ഹൈഡ് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ എംപ്ലോയി സാലറി റിപ്പോർട്ടിനകത്ത് ഞാൻ റോ ഹൈറ്റ് വളരെയധികം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊരു അലൈൻമെൻറ്റ് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. റോ ഹൈറ്റ് ഏതാണ്ട് ഞാൻ 50 ഇഞ്ചോളം ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്യണേ നമുക്കറിയാം, നമ്മുടെ ഷീറ്റ് ആവശ്യത്തിന് സെലക്ട് ചെയ്യേണ്ട ഏരിയ ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്യുന്നു. ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റോയും ഹൈറ്റും കൂട്ടി കൊടുക്കണം. അപ്പം നമ്മൾ ഫോർമാറ്റിനകത്ത് പോകുന്നു, റോ ഹൈറ്റ് എടുക്കുന്നു. ഞാനിവിടെ ഇപ്പം ഏതായാലും ഒരു 50 സൈസ് അടിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് ഇങ്ങനെ വലുതായിട്ട് എടുക്കും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം അതനുസരിച്ച് നമുക്കിവിടെ റോ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഈ .50 പിക്സൽസ് ഞാനിപ്പോൾ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് കിടക്കുന്ന കണ്ടൻസിനെ നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് കാണിച്ചില്ല, ബാക്കിയുള്ളതുമായിട്ട് ഡിഫറൻസ് അറിയാം നമുക്ക്. ഇത് നമുക്ക് അലൈൻ ചെയ്യാം. ഈ സെല്ലിൻ്റെ കണ്ടൻസ് ഇതിനകത്ത് ടോപ്പിൽ സൈഡിൽ വേണോ, ആ സെല്ലിൻ്റെ ബോട്ടം വേണോ, അതിൻ്റെ സെൻറ്റർ വേണോ. സെൻറ്റർ ആകുമ്പം തന്നെ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം, റൈറ്റിൽ നിന്ന് തുടങ്ങാം. വാല്യൂസ് എപ്പോഴും റൈറ്റിൽ നിന്നാണ് വരേണ്ടത്. വാല്യൂസ് എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. ക്യാരക്ടർ ആകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അലൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡേറ്റ കിടക്കുന്നത് നമുക്ക് എങ്ങനെയാണോ അലൈൻ ചെയ്യേണ്ട ആ രീതി നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് നോക്കാം. 2 ലൈൻ നിങ്ങൾക്ക് കാണാൻ ബാക്കിയുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടുന്ന് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്. ഇവിടെ ഇപ്പം നമുക്ക് ലെഫ്റ്റിന് വേണ്ടുന്ന എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നടക്കുന്നു. സെൻറ്ററായപ്പോൾ അത് സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡേറ്റകളെല്ലാം കോളം വിഡ്ത്തിൻ്റെയും റോ ഹൈറ്റിൻ്റെയും സെൻറ്ററിലായിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് അലൈൻമെൻ്റ് ആണ്, റൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ സെല്ലിൻ്റെ പൊസിഷൻ്റെയും ഡേറ്റ മാറുന്നത് കാണാം. ഇനി അതെല്ലാം നമുക്ക് ആ സെല്ലിൻ്റെ ടോപ്പിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്യും. ടോപ്പിൻ്റെ സെൻറ്ററാണ് വേണ്ടതെങ്കിൽ സെൻറ്റർ വരും, അതിൻ്റെ ബോട്ടമാണ് വേണ്ടതെങ്കിൽ ബോട്ടം വരും. അപ്പോൾ ഡേറ്റ നമ്മൾ സെല്ലിൻ്റെ കണ്ടൻസിൻ്റെ കോളം വിഡ്ത്തിൻ്റെയും സെൻറ്ററിൻ്റെയും സെൻട്രലൈസ്ഡ് വേണം. ഏത് രീതിക്ക് വേണം, അത് ഹൈറ്റ് ബേസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്ററാക്കി വെച്ചു. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് ഡേറ്റ അതിൻ്റെ സെൻറ്ററിലേക്ക് വേണേൽ നിങ്ങൾ അലൈൻ ചെയ്യുക കേട്ടോ. അത് കോളം വിഡ്ത്ത് കുറച്ച് കൊടുക്കുന്നതനുസരിച്ച് അത് ആ രീതിക്ക് തന്നെ അലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അലൈൻമെൻ്റ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു ഓപ്ഷനുണ്ട്, ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു മെയിൻ മെനു ഹോമിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇൻസേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ഇൻസേർട്ട് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്ത് അപ്പുറം ഇപ്പുറമായിട്ട് ഇൻസേർട്ട് ഷീറ്റ് റോസ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എത്ര റോ സെലക്ട് ചെയ്ത് വെച്ചിരുന്നാൽ അത്രയും റോസ് അവിടെ ഇൻസേർട്ട് ആവും. ഒരു റോ സെലക്ട് ആയിരുന്നു, അതുകൊണ്ട് ഒരു റോ ഇൻസേർട്ടായി. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 ഡേറ്റ ഇൻപുട്ട് ചെയ്യണം, അല്ലെങ്കിൽ 3 റോയുടെ ലൈൻ സെലക്ട് ചെയ്തു ഞാൻ. അപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. ഇൻസേർട്ട് ഇപ്പം കൊടുത്തപ്പോൾ അത്രയും വർഷീറ്റ് ലൈന് ഇൻസേർട്ടായി. ബാക്കി ഡേറ്റ താഴോട്ട് സ്കിപ്പ് ചെയ്തു പോയി. അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ വേണം ഞാനത് ഹൈഡ് ചെയ്യുകയാണ്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ CTRL Z കൊടുത്ത് അൺഡു ചെയ്തു. അതുപോലെ നമുക്ക് ഇൻസേർട്ടാണ് ചെയ്തത്, റോയാണ്. കോളമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 കോളം ഇൻസേർട്ട് ചെയ്യണം. കോളം സെലക്ട് ചെയ്യുക, ഇൻസേർട്ടിനകത്ത് കോളം കൊടുക്കുക. അപ്പോൾ കോളം ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു, കുറച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്തത് വേണ്ടുന്നത്
ഒരു ഷീറ്റാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ ഷീറ്റ് 3, ഷീറ്റ് സാലറി ഷീറ്റ് April 2 ഇങ്ങനെ കിടപ്പുണ്ട്. ഇത്രയും ഷീറ്റുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഷീറ്റ് കൂടെ എനിക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഷീറ്റ് കൂടി കിട്ടി. ഉണ്ടോ, ഒരു ബ്ലാങ്ക് ഷീറ്റ് എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഷീറ്റ് ഡിലീറ്റ് ചെയ്യാൻ ഇവിടെ ഡിലീറ്റിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഷീറ്റ് വേണ്ട ഡിലീറ്റ് ഷീറ്റ് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് പുതിയ ഷീറ്റ് കിട്ടും. ഇവിടെ കണ്ടോ ഷീറ്റിൻ്റെ ബട്ടൺസ് കിടക്കുന്ന, ഇവിടെ ഒരു ബട്ടൺ കിടക്കുന്ന കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ന്യൂ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. ഉണ്ടോ, ന്യൂ ഷീറ്റ് വന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നമ്മളിവിടെ ചെന്ന് അവിടെ മൗസ് ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഷീറ്റ് ഡിലീറ്റ് വരും. അപ്പോൾ നമുക്ക് ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കൊരു അൺവാണ്ടഡ് ഷീറ്റ് വന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ഷീറ്റ് എടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റിനകത്തുനിന്ന് ഡിലീറ്റ് ഷീറ്റ് കൊടുക്കുമ്പോൾ അത് ഡിലീറ്റ് ആയിപ്പോകും. ഇനി അത് നമുക്ക് അവിടെ ഡേറ്റ കണ്ടൻസ് ഉള്ളതുകൊണ്ടാണ് കമൻറ്റ് ചോദിച്ചത്, അതുകൂടി ഞാൻ നിങ്ങൾ കളഞ്ഞു. ഒക്കെ ഡേറ്റ ഉള്ളത് കൊണ്ട് ഡേറ്റ വെച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷീറ്റ്, കോളം, സെല്ല് ഡിലീറ്റ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫില്ല് ഡേറ്റ ഉണ്ട്. ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റോ റൈറ്റിലോ ഒക്കെ ഫില്ല് ചെയ്യണം. അപ്പം ഞാനിവിടെ സണ്ണെന്ന് കൊടുത്തു. ഇതിപ്പോൾ നമുക്ക് റൈറ്റിലോ ഡൗൺ താഴോട്ടെല്ലാം വേണം, എത്രമാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫില്ല് ഡൗൺ കൊടുത്താൽ ഫില്ല് ഡൗൺ കിട്ടും, താഴോട്ട് വന്നു. ഇനി ഇതിൻ്റെ റൈറ്റിലേക്ക് വേണം, നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇതൊക്കെ ഫില്ല് ചെയ്ത് റൈറ്റിലേക്ക് കൊടുത്തു, ലെഫ്റ്റിലേക്കാണ് ലെഫ്റ്റ്, അപ്പാണെങ്കിൽ അപ്പം, മുകളിലേക്ക് പോകാനാണ് അങ്ങനെ കൊടുക്കാനാണ് എൻ്റെ ഫില്ല് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ വേണമെങ്കിൽ ഇത് കുറച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂലേ. അപ്പോൾ അതേ ഐറ്റം അല്ല. അതിപ്പോൾ സൺഡേ മണ്ടേന്ന് കിടന്നുകൊണ്ട് സൺഡേ മണ്ടേ ടൂട്ടേ സീരിയൽ ഫില്ലായിട്ട് ഫില്ല് ചെയ്തു. സെയിം മാറ്ററാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ കൊടുത്തത്. വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫോർമാറ്റിനകത്താണ് റോ ഹൈറ്റ്, റോ ഓട്ടോ ഫിറ്റ്, കോളം വിറ്റൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഹൈഡ് ആൻഡ് അൺഹൈഡ് ഉണ്ട്. നമ്മളിപ്പോൾ തെരഞ്ഞു പിടിച്ചാൽ നമുക്ക് ഈ 2 കോളം ആരും കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഹൈഡ് ചെയ്തു, ഹൈഡ് കൊടുത്തത് കോളമാണ്, കോളം കൊടുത്തു. ഇനി ഏതെങ്കിലും റോയാണ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതെങ്കിലോ, ഫോർമാറ്റിനകത്ത് ഹൈഡ് എടുക്കുന്നു, റോസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, റോസ് ഹൈഡ് ചെയ്ത് വെക്കുന്നു. റോയും കോളവും നമ്മളവിടെ ഹൈഡ് ചെയ്ത് വെച്ചു. അത് നമുക്ക് അൺഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർമാറ്റിനകത്ത് ഹൈഡ് അതെടുത്ത് അൺഹൈഡ് കൊടുക്കുക. അൺഹൈഡ് റോയും അൺഹൈഡ് കോളവും കൊണ്ട് ഓരോന്നായിട്ട് നമ്മളിതങ്ങനെ അൺഹൈഡ് ചെയ്തെടുക്കുക. ആവശ്യമൊന്നുമില്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുകയും അൺഹൈഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷീറ്റിനെ ഹൈഡ് ചെയ്ത് വെക്കാനും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനും റിനെയിം ചെയ്യാനും. ഇവിടെ നമുക്ക് ഷീറ്റാണ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഷീറ്റ് ഉപയോഗിക്കാം. ഇവിടെ റോയും കോളവും ഹൈഡ് ഷീറ്റ് കൊടുത്തു. ഈ ഒരു ഷീറ്റ് ഞാനിവിടെ ഹൈഡ് ചെയ്ത് വെച്ച് വേറൊരു ഷീറ്റാണ് വന്നിരിക്കുന്നത്. ആ ഷീറ്റ് നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ അൺഹൈഡ് ചെയ്യാനായിട്ട് കോളം റോയിലെടുക്കുക, അതിനകത്തുനിന്ന് ഷീറ്റ് അൺഹൈഡ് ചെയ്യുക, അൺഹൈഡ് ഷീറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ആ ഷീറ്റുകളെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനോ അൺഹൈഡ് ചെയ്ത് വെക്കാനോ ഒക്കെ ഇവിടെ നമുക്ക് അൺഹൈഡ് കൊടുത്തപ്പോൾ ഏത് ഷീറ്റാണെന്ന് ചോദിച്ച് നമ്മൾ ഷീറ്റ് നമ്പർ കൊടുത്തു, അത് തിരിച്ചു വന്നു. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട്, അലൈൻമെൻറ്റ്, ഹൈഡാണ് നമുക്ക് ചോദിച്ചത്. അതുപോലെ ഡിലീഷനുമാണ് നമ്മൾ നോക്കിയത്. നേരത്തെ കുറച്ച് പറഞ്ഞു എന്നുള്ളതുകൊണ്ടോ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ അത് ഇൻപോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതാണ് പ്രൊട്ടക്റ്റ് ഷീറ്റും സെൽസും ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കാം. നിങ്ങൾ വീഡിയോ നല്ലതുപോലെ വാച്ച് ചെയ്യുക, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.